ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുംബൈ മലയാളി. ഏവർക്കും നമസ്കാരം. ഇന്ന് ഒരു ചെറിയ ആനവിശേഷങ്ങളുമായി ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആനവിശേഷം എന്ന് പറയുമ്പോൾ ആനയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. നമ്മൾ കാട്ടാനകളും നാട്ടാനകളുമായ ധാരാളം ആനയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാറുണ്ട്. ഈ അടുത്ത സമയത്ത് തന്നെ ആന നാട് ഇറങ്ങി വന്ന് ആൾക്കാരുടെ സമ്പത്തുകളും സ്വത്തുക്കളും അല്ലെങ്കിൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന രീതികൾ നമ്മൾ കണ്ടുവരാറുണ്ട്. പക്ഷേ നമുക്ക് അവയെ കുറ്റം പറയാനൊക്കില്ല. കാരണം നാട്ടിലുള്ള നമ്മൾ വാസസ്ഥലം അന്വേഷിച്ച് കാട്ടിൽ പോയി വാസസ്ഥലം ഉണ്ടാക്കിയെടുത്താൽ അത് താഴ്വരകൾ ഉൾപ്പെടെ ആനയുടെ വാസസ്ഥലമാണ്, വിഹാരരംഗമാണെന്ന് വേണേൽ പറയാം, വിഹാര വേദിയാണെന്ന് വേണേൽ പറയാം. കാരണം അവിടെയാണ് നമ്മൾ പോയി നമ്മുടെ വാസസ്ഥലം ഉറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു കുറ്റമാണെന്ന് പറയാനൊക്കത്തില്ല. അപ്പോൾ അതിനെ സംരക്ഷിക്കുവാനും ആനയെ സംരക്ഷിക്കുവാനും ആനയ്ക്ക് വാസസ്ഥലം വിട്ടുള്ള സ്ഥലങ്ങൾ കൊടുക്കുവാനും അതായത് സർക്കാരുകളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നമ്മുടെ വീഡിയോ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആനയെ കുറച്ച് കാര്യങ്ങളാണ്. അത് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ആനയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിടത്തോളം നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു പണിയാണ്. അതിൻ്റെ ഒരു 2 വയസ്സ് മുതൽ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ആനയെ കുഞ്ഞുനാൾ മുതലേ പരിശീലിപ്പിച്ചില്ലെങ്കിൽ ഒരു 5 വയസ്സിന് മുകളിൽ 10 വയസ്സൊക്കെ ആകുമ്പോൾ ആനയെ വളരെ ദുഷ്കരമാണ്. അതിനെ വളരെ പ്രയത്നമാണ് അതിനെ പ്രാക്ടീസ് ചെയ്യിച്ച് ട്രെയിനിങ് കൊടുത്ത് എടുക്കാനായിട്ട്. ആനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വലിപ്പം അറിയില്ല എന്ന് പറയുമല്ലോ, അത് വളരെ വാസ്തവമാണ്. കാരണം ആനയെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കുകയും ട്രെയിനിങ് ചെയ്ത് ഇത്രത്തോളം കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആന വളരെ ഒരു ഒരു പാവം ജീവിയാണ്. അതിനെ നമ്മൾ ധാരാളം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏറ്റവും ദുഃഖകരമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് മദം പൊട്ടുന്ന സാഹചര്യം അല്ലെങ്കിൽ മദപ്പാട് ഉണ്ടാകാവുന്ന കാലയളവ്. അത് ഏകദേശം ഒരു സമയത്ത് ഒരു വർഷത്തിൽ നവംബർ തൊട്ട് ഫെബ്രുവരി മാസങ്ങൾ വരെയുള്ള സമയത്തിലാണ് സാധാരണ ആനകൾക്ക് മദം പൊട്ടാറുള്ളത് എന്നാണ് പറയാറ്. ആ സമയങ്ങളിൽ ചിലപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പരിശീലകന് മനസ്സിലാവും, അല്ലെങ്കിൽ പാപ്പാന്മാർക്ക് മനസ്സിലാവും. അതിന് അടുത്തുപോലും വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ചെല്ലാൻ. കാരണം നമുക്ക് മാനുഷികമായി ഉണ്ടാകുന്ന വികാരങ്ങൾ നമുക്ക് പറ്റുന്ന പോലെ അത് ആനകൾക്ക് അതിനുള്ള അത് പറ്റാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു സ്വഭാവ വിശേഷമാണ് കാണുന്നത്. അല്ലെങ്കിൽ അതിനെ ആ ഒരു പരാക്രമമാണ് ആന കാണിക്കാറ്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ സ്വന്തം പാപ്പാനാണ്, പരിശീലകനാണ് എന്ന് പോലും നോക്കാതെ, അടുത്തറിയാവുന്ന ആൾക്കാരാണെന്ന് പോലും നോക്കാതെ അതിന് ചിന്തയില്ലാതെ വരികയും അത് ചിലപ്പോൾ അതെടുത്ത് വലിച്ചെടുത്ത് നിലത്തടിച്ച് കൊന്നുകളയുക പോലും ചെയ്തെന്നിരിക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള സ്വഭാവവിശേഷങ്ങൾ കൊണ്ട് നമ്മൾ ഒരു ആനയുടെ സ്വഭാവം വിലയിരുത്തുവാൻ പാടില്ല. അപ്പോൾ ഞാൻ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞാൽ ആനയുടെ ഏറ്റവും ചൂട് അസഹനീയമായ ഒരു ജീവിയാണ് ആന. കാരണം അതിന് പലപ്പോഴും ചൂട് താങ്ങാൻ പറ്റില്ല. ആ ചൂട് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഒരു ജീവി അതിൻ്റെ ഇത്രയും ശരീരഭാഗങ്ങളിലെല്ലാം ഇതിൻ്റെ അല്ലെങ്കിൽ വായു എത്തിക്കാനും പിന്നെ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എന്താണ് ദൈവസൃഷ്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊലിയുടെ ഭാഗങ്ങളിലേക്ക് അതിന് ഓക്സിജൻ സപ്ലൈ എത്താതിരിക്കുകയും നേരെ അതിൻ്റെ പ്രധാനപ്പെട്ട അവയവ ഭാഗങ്ങളുടെ ഹൃദയം പോലെയുള്ള ചെറിയ ഒരു ഹൃദയം ഉള്ള വലിയ ഒരു ആന എന്ന് വേണമെങ്കിൽ, ഇത്രയും ചെറിയ ഒരു അവയവം അതിൽ വളരെ പ്രാധാന്യം അർപ്പിക്കുന്ന ഒരു അവയവത്തിന് ആവശ്യത്തിന് ഓക്സിജൻ സപ്ലൈ വായു കിട്ടണം. അപ്പോൾ അവിടേക്ക് കേന്ദ്രീകരിച്ചായിരിക്കും ഓക്സിജൻ സപ്ലൈ ധാരാളമായി ചെല്ലുക പ്രധാന അവയവങ്ങളിലൊക്കെ. അപ്പോൾ അതിൻ്റെ തൊലി പുറത്ത ഭാഗത്തേക്ക് സപ്ലൈ ഇല്ലാതെ പോവുകയും ചെയ്യുന്നു. അതിനാൽ തന്നെ ഒരു ആനയുടെ ശരീരത്തെ എവിടെയെങ്കിലും മുറിപ്പാടുകൾ ഉണ്ടായാലും കരിയുവാൻ വളരെ സമയം എടുക്കുമെന്നാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. അതുപോലെ ഇതിനെക്കുറിച്ച് പഠിച്ച ആൾക്കാർ പറയുന്നത്. അപ്പം നമുക്ക് അറിയാം, ആന ഇങ്ങനെ നിൽപ്പിൽ എന്ത് കഴിച്ചുകൊണ്ട് നിന്നാലും വെറുതെ നിന്നാലും ഇങ്ങനെ ചെവി ആട്ടി ഇരിക്കുന്നത് നമുക്ക് കാണാം. ഈ ചെവി ആട്ടി നിൽക്കുന്ന ആനയെ കാണുമ്പോൾ നമുക്ക് ഭംഗിയായിട്ടൊക്കെ തോന്നുമെങ്കിലും അത് അതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ശരീരത്തിലെ ഉള്ളിലെ ചൂട് അഡ്ജസ്റ്റ് ചെയ്യാനാണ്, അത് സപ്ലൈ വേഗത്തിലാക്കാനാണ് അത് ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പഠനങ്ങൾ. അപ്പോൾ ഇത്രയും കുറച്ച് കുറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വായിക്കാൻ സാധിച്ചതിൽ നന്ദി. വീണ്ടും വേറൊരു